എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സീതാ സ്വയംവരത്തിലെ പ്രധാന ഭാഗങ്ങൾ നോക്കാം. ഒപ്പം ഭാർഗവരാമനെ ദശരഥൻ സ്തുതിക്കുന്നത്. അഹല്യാമോക്ഷവും കഴിഞ്ഞ് വിശ്വാമിത്രനോടൊപ്പം രാമലക്ഷ്മണന്മാർ മിഥിലാപുരിയിലെത്തി. ഇതറിഞ്ഞ് ജനകൻ സസന്തോഷം അവരെ സ്വീകരിച്ചിരുത്തി വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അവിടെ അപ്പോൾ സീതാദേവിയുടെ സ്വയംവരത്തിനുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയമാണ്. ഒരേ ഒരു നിബന്ധന മാത്രം: സീതാദേവിയെ വിവാഹം ചെയ്യുന്നയാൾ ശൈവജാപം എടുത്ത് കുലയ്ക്കണം. ഇതിൻ്റെ സത്യാവസ്ഥ ജനകൻ പറയുന്നു. ഇത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ശാപമാണെന്നും പണ്ട് ദക്ഷൻ്റെ അഹങ്കാരം ശമിപ്പിച്ച് ആ യാഗശാലയിൽ ഉപേക്ഷിച്ചതായിരുന്നുവെന്നും ദേവകൾ അത് പിന്നീട് സൂക്ഷിക്കാനായി ജനകന് കൊടുത്തതാണെന്നും അല്ല മഹാദേവൻ തന്നെയാണ് ഈ ശാപം കൊടുത്തതെന്നും കഥാഭേദങ്ങളുണ്ട്. എന്തായാലും മിഥിലയിൽ ഈ ശാപം വളരെ ആദരവോടും ബഹുമാനത്തോടും സൂക്ഷിച്ച് പൂജിച്ചു വന്നിരുന്നു. മഹാദേവന്റെ അനുഗ്രഹത്താൽ കിട്ടിയ ഈ ശാപം ഉയർത്തി കുലയ്ക്കുന്നവന് മാത്രമേ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് രാജാവ് മനസ്സിലുറപ്പിച്ച് സ്വയംവരം നിശ്ചയിച്ചതാണെന്നും പറഞ്ഞു. സീതാദേവി ഭൂമിയുടെ മകളാണെന്ന സത്യവും പറഞ്ഞു. കാരണം ഭൂമി ഉഴുതപ്പോൾ ഉഴവുചാലിൽ നിന്ന് കിട്ടിയ മകളാണ് സീത എന്ന സത്യവും പറഞ്ഞു. കൂടാതെ ഒരിക്കൽ നാരദമുനി ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയെന്നും അന്ന് സീതാദേവി സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്നും രാമൻ എന്ന പേരിൽ നാരായണൻ അയോധ്യയിൽ ജനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അതിനാൽ സീതയെ രാമന് വിവാഹം ചെയ്തു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അത്രേ. ശൈവജാപത്തിൻ്റെ കഥ കേട്ട രാമൻ ആ ശാപം കാണണമെന്ന് ആഗ്രഹിച്ചു. ജനക മഹാരാജാവ് ആ ശാപം കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. 5000 കിങ്കരന്മാർ ചേർന്ന് ഉയർത്തി ആ ശാപം കൊണ്ടുവന്നു വച്ചു. വിശ്വാമിത്ര മഹർഷിയോട് അനുവാദവും വാങ്ങി സാക്ഷാൽ ശ്രീ പരമേശ്വരനെയും വണങ്ങിക്കൊണ്ട് രാമൻ ആ ശാപം ഉയർത്തി കുലച്ചു. വലിയ ശബ്ദത്തോടെ ആ ശാപം മുറിഞ്ഞു വീണു. കണ്ടുനിന്ന എല്ലാവരും സന്തോഷിച്ചു. ദേവവൃന്ദവും മംഗളസ്തുതികൾ മുഴക്കി. വിശ്വാമിത്രൻ പറഞ്ഞതനുസരിച്ച് ജനകൻ ദശരഥനെ വിവരം അറിയിച്ചു. ദശരഥൻ മറ്റു പുത്രന്മാരും കുലഗുരുവായ വസിഷ്ഠനും ഭാര്യ അരുന്ധതിയും ദശരഥ പത്നിമാരുമൊപ്പം മിഥിലയിലെത്തി. ജനകൻ തൻ്റെ മകളായ സീതയെയും ഊർമിളയെയും രാമനും ലക്ഷ്മണനും വിവാഹം ചെയ്തു കൊടുത്തു. ഒപ്പം സഹോദരനായ കുശധ്വജന്റെ മക്കളായ ശ്രുതികീർത്തിയെയും മാണ്ഡവിയെയും ഭരത ശത്രുഘ്നും വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരേ പന്തലിൽ 4 വിവാഹങ്ങൾ നടത്തി. യഥാവിധി കാഴ്ചദ്രവ്യങ്ങളും കൊടുത്ത് അവരെ അയോധ്യയിലേക്ക് യാത്രയാക്കി. മാർഗമെത്തി പരശുരാമൻ വഴി തടഞ്ഞു. അപ്പോൾ ഭയത്തോടെ ദശരഥൻ ഭാർഗവരാമനെ സ്തുതിക്കുന്ന ഭാഗമാണ് ഇനി. കാർത്തവീര്യരെ പരിത്രാഹി മാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ പരശുപാണേ പരിപാലയാ കുലം മമ പരമേശ്വരപ്രിയ പരിപാലയാ നിത്യം പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണതർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിതേ ഭൃഗുപതേ കാൽത്തളിരിണ തവ ശരണം മമ വിഭോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.